നമ്മുടെ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഡിനോസറുകൾക്ക് വംശനാശം സംഭവിക്കുവാൻ കാരണമായത് ഒരു ഉൽക്കാപതനമാണെന്ന് നമ്മൾക്കറിയാം. അതുപോലൊരു ഉൽക്ക നമ്മുടെ കേരളത്തിനടുത്തും പതിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അങ്ങനെയാണ് കാവേരി ക്രേറ്റർ ഉണ്ടായതെന്ന് പറയപ്പെടുന്നത്. 1600 കിലോമീറ്റർ നീളത്തിലാണ് സഹ്യപർവ്വതം അഥവാ വെസ്റ്റേൺ ഗാട്സ് സ്ഥിതി ചെയ്യുന്നത്. അത് പാലക്കാട് എത്തുമ്പോൾ നീൽഗിരി ഹിൽസിനും ആനമലൈ ഹിൽസിനും ഇടയിൽ 32 കിലോമീറ്റർ ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. അതാണ് പാലക്കാട് ഗ്യാപ്പ്. ഇതിന് കാരണമായത് 55 കോടി വർഷങ്ങൾക്കും 80 കോടി വർഷങ്ങൾക്കും ഇടയിലുണ്ടായ ഒരു ഉൽക്കാപതനമായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ ബാക്കിയായാണ് കാവേരി ക്രേറ്റർ ഉണ്ടായതെന്നും പറയുന്നു. നീൽഗിരി ഹിൽസിനും കൊടൈക്കനാൽ ഹിൽസിനും ഇടയിൽ 120 കിലോമീറ്റർ വ്യാസത്തിലാണ് കാവേരി ക്രേറ്റർ സ്ഥിതി ചെയ്യുന്നത്. ജിയോളജി സൊസൈറ്റി ഓഫ് ഇന്ത്യയാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഡിനോസറുകളെ നശിപ്പിച്ച ഉൽക്കാപതനത്തിലുണ്ടായ ഗർത്തത്തിന്റെ വ്യാസം 180 കിലോമീറ്റർ ആണ്. അത്രത്തോളം തന്നെ ഭീകരമായിരുന്നു കാവേരി ക്രേറ്ററിൽ പതിച്ച ഉൽക്കയും. എന്നാൽ ഡിനോസറുകളെ നശിപ്പിച്ച ഉൽക്ക പതിച്ചത് ഏകദേശം 65 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ കേരളത്തിൽ ഉൽക്ക പതിച്ചത് 80 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ആ കാലഘട്ടത്തിൽ കേരളം ഇല്ല, നമ്മുടെ ഇന്ത്യയും ഇല്ലായിരുന്നു. അന്ന് ഈ സ്ഥലങ്ങൾ പാഞ്ചിയ എന്ന സൂപ്പർ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്നു. ആ സൂപ്പർ കോണ്ടിനെന്റിന്റെ ഭാഗമായിരുന്ന സമയത്തായിരുന്നു ആ ഉൽക്ക പതിച്ചിരുന്നത്. ആ കാലത്ത് ഇപ്പോൾ കേരളത്തിന് സഹ്യപർവ്വതത്തിനും അറബിക്കടലിനും ഇടയിലുള്ള ഇടനാട് എന്ന ഭാഗം ഇല്ലായിരുന്നു. അവിടെയെല്ലാം സഹ്യപർവ്വതം പോലെ പർവ്വതങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നമുക്ക് ഇന്നും ആ പർവ്വതങ്ങൾ കാണുവാൻ കഴിയും. പക്ഷേ അത് കേരളത്തിലല്ല, ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ മഡഗാസ്കറിലാണ് ഉള്ളത്. ഒന്നുകൂടി നിരീക്ഷിക്കുകയാണെങ്കിൽ പാലക്കാട് ഗ്യാപ്പിന്റെ തുടർച്ചയായുള്ള റെനോട്സറ എന്നൊരു ഗ്യാപ്പ് കൂടി മഡഗാസ്കറിൽ കാണുവാൻ കഴിയും. പക്ഷേ ആ കാലഘട്ടത്തിൽ സഹ്യപർവ്വതത്തിന് ഇപ്പോഴുള്ള പച്ചപ്പ് ഇല്ലായിരുന്നു. ആ സമയങ്ങളിൽ ഭൂമിയിൽ മരങ്ങൾ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിൽ ജീവിച്ചിരുന്ന ഫംഗസുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ സഹ്യപർവ്വതം വരണ്ട പർവ്വതനിരകൾ ആയിരുന്നു.